ചേലക്കര ജാനകിറാം കോംപ്ലക്സിൽ പ്രവർത്തിച്ചു വന്നിരുന്ന സ്കൈ സ്പോർട്സ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ ലിസ്യു കോളേജിന് മുൻപിലുള്ള SS ബിൽഡിംഗിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചു. സ്പോർട്സ് ഗുഡ്സ്, ട്രോഫി, മൊമെന്റോസ്, ജേഴ്സി തുടങ്ങിയവയുടെ എല്ലാ ബ്രാൻഡുകളും മിതമായ നിരക്കിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ സബ്ലിമേഷൻ പ്രിന്റ്, ഷട്ടിൽ റാക്കറ്റ്, സ്ട്രിംഗ് എന്നിവ ചെയ്തു കൊടുക്കുന്നു. സ്കൈ സ്പോർട്സ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ, ചേലക്കര. വാർഡ് വിഭജനത്തിലെ അശാസ്ത്രീയത ആരോപിച്ച് അനങ്ങനടി പഞ്ചായത്ത് UDF കമ്മിറ്റി മാർച്ചും ധർണയും നടത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം KK അസീസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. അനങ്ങനടി പഞ്ചായത്ത് വാർഡ് വിഭജനത്തിൽ രാഷ്ട്രീയവൽക്കരണവും പക്ഷപാതിത്വവും ആരോപിച്ചാണ് UDF ധർണ നടത്തിയത്. കരട് വാർഡ് വിഭജന റിപ്പോർട്ട് സംബന്ധിച്ച പരാതികൾക്ക് പരിഹാരമായില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് UDF പ്രഖ്യാപിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം KK അസീസ് സമരം ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ K അബ്ദുൽ സലാം അധ്യക്ഷനായി. DCC സെക്രട്ടറി സത്യൻ പെരുമ്പറക്കോട് മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് ഷൊർണൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് P അബ്ദുറഹ്മാൻ, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി K അഷ്റഫ്, P ഉണ്ണീൻകുട്ടി, മുസ്തഫ പടിയത്ത്, MA റിയാസ്, K സുലൈഖ, VP ജുമൈലത്ത്, ദാസ് ശങ്കർ, V മുരളീധരൻ, ഇബ്രാഹിം മേനക്കം തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പ്രകടനവും നടന്നു. പഞ്ചായത്തുകളാവട്ടെ, തദ്ദേശ സ്ഥാപനങ്ങളാവട്ടെ, അവിടെ എല്ലാ വാർഡുകളെയും അതിരുകൾ മാറും. കാരണം ഇത് ബ്ലോക്ക് വൈസിലാണ് വാർഡുകളുടെ അതിർത്തികൾ പുനർനിർണയിച്ച് വിഭജിച്ച് വരേണ്ടത്. അങ്ങനെ വരുമ്പോൾ അതല്ലാതെ ബ്ലോക്ക് വൈസാണ് ഒന്നാം വാർഡ് മുതൽ തുടങ്ങണം, ഒന്നാം വാർഡ് മുതൽ ഇങ്ങനെ വിഭജിച്ച് വരണം. അതല്ലാതെ ഇടയ്ക്ക് വെച്ചിട്ട് ചില വാർഡുകളൊക്കെ അതിരുകൾ മാറ്റുക. CPI ആധിപത്യമുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷമുണ്ടെങ്കിൽ ആധിപത്യമുള്ള പഞ്ചായത്തുകളുടെ വാർഡുകൾ അതേപടി നിലനിർത്തുക. റൈറ്റ് വിഷൻ ന്യൂസ്, ഒറ്റപ്പാലം. ഫർണിച്ചർ വിലയാണോ പ്രശ്നം? പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം, അതും EMI സൗകര്യത്തോടു കൂടി. ദുബായ് ഫർണിച്ചർ, ബസ് സ്റ്റാൻഡിന് സമീപം, ഓട്ടുപാറ, വടക്കാഞ്ചേരി.